നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. കടമ്പഴിപ്പുറത്ത് 2 യുവാക്കൾക്ക് വെട്ടേറ്റത് നരിയമ്പാടം സ്വദേശി പ്രസാദ്, കുളക്കാട്ടുകുറിശി സ്വദേശി ടോണി എന്നിവർക്ക്. ടോണിയുടെ പരിക്ക് ഗുരുതരം. ഒരു സംഘം ആളുകൾ ഇരുവരെയും ആക്രമിച്ചത് പുലർച്ചെ 3:30 സ്കൂട്ടറിൽ വരുന്നതിനിടെ വേങ്ങശ്ശേരി റോഡിലെ കടമ്പഴിപ്പുറം ബാർ ജംഗ്ഷനിൽ വെച്ച്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഉടമസ്ഥരില്ലാത്ത നിലയിൽ കണ്ടെത്തിയ ബാഗുകളിൽ 16 കിലോ കഞ്ചാവ്. എക്സൈസ് RPF സംയുക്ത പരിശോധനയിൽ കഞ്ചാവ് കണ്ടെത്തിയത് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ പെയ്ഡ് AC വിശ്രമമുറിയുടെ ഇരിപ്പിടത്തിനരികിൽ. കൊടുവായൂർ പീച്ചിയോട് പാതയോരത്ത് കണ്ടെത്തിയ കഞ്ചാവ് ചെടി എക്സൈസ് അധികൃതർ നശിപ്പിച്ചു. വൈദ്യുതി മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റിന്റെ വൈദ്യുതി സുരക്ഷാ വാരാചരണം. സുരക്ഷാ വാരം ആചരിക്കുന്നത് മഴക്കാലത്ത് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അപകടരഹിത വൈദ്യുത മേഖല സൃഷ്ടിക്കുന്നതിന് ബോധവൽക്കരണം വിദ്യാലയങ്ങളിൽ നിന്ന്. വനമഹോത്സവത്തിന്റെ ഭാഗമായി പാലക്കാട്ട് സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ ചിത്ര പ്രദർശനം. PMG സ്കൂളിലെ പ്രദർശനശാലയിൽ ഒരുക്കിയത് 15 വൈൽഡ് ഫോട്ടോഗ്രാഫർമാരുടെ 200ഓളം ചിത്രങ്ങൾ. വനവും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധം പ്രദർശനത്തിന്റെ പ്രമേയം. വാർത്തകൾ വിശദമായി. കടമ്പഴിപ്പുറത്ത് 2 പേർക്ക് വെട്ടേറ്റു. നരിയമ്പാടം ഇലിയക്കോട്ടിൽ 35 വയസ്സുള്ള പ്രസാദ്, സുഹൃത്ത് കുളക്കാട്ടുകുറിശി കണ്ടത്തിൽ 38 വയസ്സുള്ള ടോണി എന്നിവർക്കാണ് വെട്ടേറ്റത്. ഇന്ന് പുലർച്ചെ 3:30 സംഭവം. കടമ്പഴിപ്പുറം ബാർ ജംഗ്ഷനിൽ വേങ്ങശ്ശേരി റോഡിൽ വെച്ചാണ് 2 യുവാക്കൾക്ക് വെട്ടേറ്റത്. പരിക്കേറ്റ നരിയപ്പാടം ഇലിയക്കോട്ടിൽ 35 വയസ്സുള്ള പ്രസാദ്, സുഹൃത്ത് കുളക്കാട്ടുകുറിശി കണ്ടത്തിൽ ടോണി 38 വയസ്സ് എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൈകളിലും കാലിലും വെട്ടേറ്റ ടോണിയുടെ പരിക്ക് ഗുരുതരമാണ്. ടോണിയെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പ്രസാദ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പുലർച്ചെ 3:30 സംഭവം. കടമ്പഴിപ്പുറം വേട്ടേക്കര റോഡിൽ വാടകയ്ക്ക് താമസിക്കുന്ന കുളക്കാട്ടുകുറിശി പൂവത്തുംകുഴിയിൽ സ്റ്റെനോയുടെ വീട്ടിലേക്ക് ഒരു സംഘം ആളുകളെത്തി വാതിലിൽ മുട്ടുകയും വാതിൽ തുറക്കാതായപ്പോൾ തിരിച്ചു പോവുകയും ചെയ്തു. അക്രമികൾ അന്വേഷിച്ചുവെന്ന വിവരം സ്റ്റെനോയുടെ ബന്ധു ടോണിയെയും സുഹൃത്ത് പ്രസാദിനെയും അറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ് സ്റ്റെനോയുടെ വീട്ടിലേക്ക് സ്കൂട്ടറിൽ വരുന്നതിനിടെയാണ് ഇരുവർക്കും വെട്ടേറ്റത്. തിരിച്ചുവന്ന സംഘം ഇവരെ വഴിയിൽ വെച്ച് വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ശ്രീകൃഷ്ണപുരം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ 16 കിലോ 100 ഗ്രാം കഞ്ചാവ് പിടികൂടി. ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിനും ട്രെയിനുകളിലും എക്സൈസ് RPF നടത്തിയ സംയുക്ത പരിശോധനയ്ക്കിടെയാണ് ഉടമസ്ഥരില്ലാത്ത 2 ബാഗുകളിൽ കഞ്ചാവ് കണ്ടെത്തിയത്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഉടമസ്ഥരില്ലാത്ത 2 ബാഗുകളിൽ നിന്നായി 16 കിലോ 100 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജിജി പോളും സംഘവും പാലക്കാട് RPFും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലും ട്രെയിനുകളിലും നടത്തിയ പരിശോധനയ്ക്കിടെ 2ാമത്തെ പ്ലാറ്റ്ഫോമിലെ പെയ്ഡ് എയർ കണ്ടീഷൻ വിശ്രമമുറിയുടെ ഇരിപ്പിടത്തിന് സമീപം ഉടമസ്ഥനില്ലാത്ത നിലയിൽ കണ്ടെത്തിയ ഒരു ഷോൾഡർ ബാഗിലും ഒരു ട്രാവലർ ബാഗിലുമായിട്ടായിരുന്നു കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. 16 പാക്കറ്റുകളിലായാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജിജി പോൾ, പാലക്കാട് RPF സബ് ഇൻസ്പെക്ടർ ബിനോയ് കുമാർ, N അശോക്, രേവതി S കുമാർ, അസിസ്റ്റന്റ് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ രാജേഷ് കുമാർ, ഗോകുലകുമാർ, സുനിൽ കുമാർ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ KR രഞ്ജു എന്നിവരാണ് സംയുക്ത പരിശോധനയിൽ പങ്കെടുത്തത്. വരും ദിവസങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ദേശീയ സംസ്ഥാന പാതകളിലും പരിശോധന ശക്തമാക്കുമെന്ന് പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ V റോബർട്ട് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൊടുവായൂർ പീച്ചിയോട് പാതയോരത്ത് കഞ്ചാവ് ചെടി കണ്ടെത്തി. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ ജിജി പോളും സംഘവും നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. 50 സെന്റിമീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടിക്ക് 2 മാസം മൂപ്പുണ്ടെന്ന് അധികൃതർ പറഞ്ഞു. വരും ദിവസങ്ങളിലും വ്യാപക പരിശോധന നടത്തുമെന്നും എക്സൈസ് അറിയിച്ചു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള ഷൊർണൂർ കുളപ്പുള്ളി യൂണിറ്റ് 30ാം വാർഷിക പൊതുയോഗം നടന്നു. AAWK സംസ്ഥാന ജനറൽ സെക്രട്ടറി PA നസീർ കള്ളിക്കാട് ഉദ്ഘാടനം ചെയ്തു. കുളപ്പുള്ളി ചന്ദ്ര ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിലാണ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള ഷൊർണൂർ കുളപ്പുള്ളി യൂണിറ്റ് 30ാം വാർഷിക പൊതുയോഗം ചേർന്നത്. AAWK സംസ്ഥാന ജനറൽ സെക്രട്ടറി PA നസീർ കള്ളിക്കാട് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് നമ്മുടെ തൊഴിൽ മേഖലയിൽ മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിയാത്ത ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ സുനിലേട്ടൻ ട്രെയിനിങ്ങുമായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങളോട് സമ്പാദിക്കും.
എത്ര ആളുകൾ ഇവിടെ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ തയ്യാറായിട്ടുണ്ട്? സംസ്ഥാന കമ്മിറ്റി ഓൾറെഡി എന്ത് തീരുമാനിക്കപ്പെടുന്നുണ്ട്? നമ്മുടെ ട്രെയിനിങ്ങുകൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത് ഓൾറെഡി ജില്ലയിലേക്ക് പാസ് ചെയ്യും. ജില്ലാ ട്രെയിനിങ് ബോർഡ് മെമ്പർ അത് യൂണിറ്റ് ട്രെയിനിങ് ബോർഡിലേക്ക് മാറ്റപ്പെടും. അവിടെ നിന്നു ആ സാധനം, പിന്നെ അവിടുന്ന് മുൻപോട്ടില്ല. യൂണിറ്റ് പ്രസിഡന്റ് പി ജയരാജൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മാത്യൂസ് സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് പി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി സി ജയൻ സംഘടനാ വിശദീകരണം നടത്തി. കോഴിക്കോട് RTO ഓഫീസ് MVI അനുമോദ്, അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രകാശൻ, സംസ്ഥാന കമ്മിറ്റി അംഗം രാജീവ്, സുനിൽ എന്നിവർ പ്രസംഗിച്ചു. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ഉണ്ണി റിപ്പോർട്ടും ട്രഷറർ ഖാദർ കണക്കും അവതരിപ്പിച്ചു. വാർഷിക പൊതുയോഗത്തിൻ്റെ ഭാഗമായി ചർച്ചയുമുണ്ടായി. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ശിവൻ നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വൈദ്യുതി മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റിന്റെ നേതൃത്വത്തിൽ വൈദ്യുതി സുരക്ഷാ വാരാചരണം പാലക്കാട് ജില്ലാതല വാരാചരണ പരിപാടികൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. മഴക്കാലമായതോടെ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. അശ്രദ്ധയോടെയുള്ള ഗൃഹോപകരണ ഉപയോഗം, വൈദ്യുതി കമ്പികളിൽ മരവും മറ്റും വീണുണ്ടാകുന്ന അപകടങ്ങൾ, ഗുണനിലവാരമില്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ചതുമൂലമുണ്ടാകുന്ന അപകടങ്ങൾ എന്നിവ വർദ്ധിച്ചു വരികയാണ്. അപകടരഹിത വൈദ്യുതി മേഖല സൃഷ്ടിക്കുന്നതിനായി വിദ്യാലയങ്ങളിൽ നിന്നും ബോധവൽക്കരണം എന്നതാണ് വാരാചരണത്തിൻ്റെ മുദ്രാവാക്യം. KSEB, ഫയർ ആൻഡ് റെസ്ക്യൂ, ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ്, എനർജി മാനേജ്മെൻറ്റ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് ആരംഭിക്കണം. അതിലൊക്കെ തന്നെ നിങ്ങളുടെ ശക്തമായ പിന്തുണയുണ്ട്. നിങ്ങളും കൂടെ ചേർന്നിട്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് നടപ്പിലാക്കുന്നത്. ഇലക്ട്രിക് ഇൻസ്പെക്ടർ സന്തോഷ് KT, ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ M ജയപ്രകാശ്, KSEB എഞ്ചിനീയർമാരായ ഷീബ ഇവാൻസ്, മായ തമ്പാൻ, T അനൂപ് എന്നിവർ സംസാരിച്ചു. ഉപന്യാസം, ചിത്രരചന എന്നിവയിൽ വിജയിച്ചവരെയും വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട മികച്ച വാർത്തയും ഫോട്ടോയും നൽകിയ മാധ്യമപ്രവർത്തകരെയും അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വനമഹോത്സവത്തിന്റെ ഭാഗമായി സാമൂഹ്യ വനവൽക്കരണ വിഭാഗം പാലക്കാട്ട് ചിത്രപ്രദർശനം സംഘടിപ്പിച്ചു. പാലക്കാട് PMG ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു ഫോട്ടോ പ്രദർശനം. 15 വൈൽഡ് ഫോട്ടോഗ്രാഫർമാരുടെ 200ഓളം ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. വനവൽക്കരണത്തിന്റെ ആവശ്യകത, വനത്തിന്റെ വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥ, മണ്ണ്, ജലം, വായു സംരക്ഷണം, വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷി, മൃഗാദികൾ എന്നിവയും വനവും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധവും ചിത്രപ്രദർശനത്തിൻ്റെ ഉള്ളടക്കമായിരുന്നു. വന്യജീവി ഫോട്ടോ പ്രദർശനം കണ്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി. എത്രയോ ചിത്രങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള കാടുകളിൽ നിന്നും നമ്മുടെ ചുറ്റുപാടുമുള്ള ഫോട്ടോഗ്രാഫർമാർ പകർത്തിയിരിക്കുന്നത്. എല്ലാം നല്ല ഫോട്ടോകൾ. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വനമഹോത്സവത്തിൻ്റെ ഭാഗമായാണ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം പ്രദർശനം സംഘടിപ്പിച്ചത്. അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർമാരായ AT സിബിൻ, V അജയഘോഷ്, PMG സ്കൂൾ പ്രിൻസിപ്പാൾ VS ഉഷ, പ്രധാനാധ്യാപിക T നിർമ്മല, അഡ്വക്കേറ്റ് ലിജോ പനങ്ങാടൻ, അശ്വതി ഗജേന്ദ്രൻ, M രാജേഷ്, P ഉണ്ണികൃഷ്ണൻ, ജിയാസ് ജമാലുദ്ദീൻ ലബ്ബ എന്നിവർ സംസാരിച്ചു. ജൂലൈ മാസം 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെ ഇന്ത്യയിലെമ്പാടും കഴിഞ്ഞ 75 വർഷത്തോളമായിട്ട് വനമഹോത്സവമായി ആചരിച്ചു വരും. 1950 അന്നത്തെ കൃഷി വകുപ്പ് മന്ത്രി KM മുൻഷി ആരംഭിച്ചതാണ് വനമഹോത്സവം. വൃക്ഷനടീലിൻ്റെ ഉത്സവം എന്നാണ് വനമഹോത്സവം ഇന്ത്യയിലെമ്പാടും അറിയപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ വനം വകുപ്പ്, പ്രത്യേകിച്ച് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം, അതിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഇവിടെ പാലക്കാട് ജില്ലയിൽ 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെ നടക്കുന്ന വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഒരു ചിത്രപ്രദർശനം പാലക്കാട് ജില്ലയിൽ തന്നെയുള്ള പ്രശസ്തരായ വന്യജീവി, പരിസ്ഥിതി, വനം ഫോട്ടോഗ്രാഫർമാർ എടുത്തിട്ടുള്ള അതിപ്രശസ്തങ്ങളായിട്ടുള്ള ഒട്ടനവധി ചിത്രങ്ങൾ പാലക്കാടുള്ള PMG ഹൈസ്കൂളിൽ, ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിച്ചു. നിരവധി പേർ പ്രദർശനം കാണാൻ PMG സ്കൂളിലെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
ചെറുതുരുത്തി കിള്ളിമംഗലം അൽ ഇർഷാദ് സ്കൂളിൽ വിവിധതരം വർണ്ണക്കുടകൾ കൊണ്ട് വേറിട്ട കാഴ്ചയൊരുക്കി വിദ്യാർത്ഥികളും അധ്യാപകരും. പരിപാടി പ്രിൻസിപ്പൽ ഷബ്ന ഉദ്ഘാടനം ചെയ്തു. മഴക്കാലം തുടങ്ങിയതിൽ പിന്നെ രാവിലെ സ്കൂളിലേക്ക് കുട്ടികൾക്കൊപ്പം കൈപിടിച്ച് മഴയുമെത്തും. നേർത്ത ചാറ്റലിൽ തുടങ്ങി ആർത്തിരമ്പുന്ന മഴയിൽ വിവിധതരം വർണ്ണക്കുടകൾ ചൂടി വിദ്യാലയത്തിൻ്റെ പടികടന്ന് കുട്ടികൾ എത്തുന്നത് തന്നെ പ്രത്യേകതരം കാഴ്ചയാണ്. അത്തരം കാഴ്ചകൾ പതിവാകുന്നതിനിടയിലാണ് സ്കൂൾ അങ്കണത്തിൽ വിവിധതരം വർണ്ണക്കുടകളുമായി എത്തുന്ന KG വിദ്യാർത്ഥികളെ അണിനിരത്തി വ്യത്യസ്ത തരം കാഴ്ചയൊരുക്കണമെന്ന ചിന്ത കിള്ളിമംഗലം അൽ ഇർഷാദ് സ്കൂളിലെ അധ്യാപകർക്ക് തോന്നുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല. തൃശ്ശൂർ പൂരത്തിനുള്ള കുടമാറ്റത്തെ അനുസ്മരിപ്പിക്കും വിധം വിവിധതരം കുടകൾ ചൂടി വിദ്യാർത്ഥികൾ സ്കൂൾ മുറ്റത്ത് പാറി നടന്നു. കുടയുയർത്തി ചാറ്റൽ മഴയെ അഭിവാദ്യം ചെയ്തു. പലതരം കുടകൾ അണിനിരുന്നത് വിസ്മയ കാഴ്ച തന്നെ ഒരുക്കി. PT മുഹമ്മദ് ഫാസിൽ, വിജിത, സഫ്ന, രമ്യ, ഫൗസിയ തുടങ്ങിയ അധ്യാപകരും കുരുന്നുകൾക്കൊപ്പം പങ്കുചേർന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിലെ പരാമർശത്തോടെ തരംഗമായി അട്ടപ്പാടിയിലെ കാർത്തുമ്പിക്കുടകൾ. അട്ടപ്പാടിയിലെ അമ്മമാരുടെ അതിജീവന പോരാട്ടത്തിന്റെ ഉൽപ്പന്നമാണെന്ന സവിശേഷതയും കാർത്തുമ്പിക്കുടകൾക്കുണ്ട്. 3ാം തവണ പ്രധാനമന്ത്രിയായ ശേഷമുള്ള ആദ്യ മൻ കി ബാത്തിലാണ് അട്ടപ്പാടിയിലെ ആദിവാസി വനിതകളുടെ കുടനിർമ്മാണത്തെക്കുറിച്ച് നരേന്ദ്രമോദി പരാമർശിച്ചത്. ആദിവാസി സമൂഹം സംരംഭകത്വത്തിൻ്റെ മികച്ച മാതൃക സൃഷ്ടിച്ചുവെന്ന് വിശദീകരിക്കാനാണ് കാർത്തുമ്പി കുടകളെക്കുറിച്ച് പ്രധാനമന്ത്രി വാചാലനായത്. അട്ടപ്പാടിയിലെ സ്ത്രീകൾ ആവേശത്തോടെയും ആഹ്ലാദത്തോടെയുമാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് കാതോർത്തത്. केरला के छोटे से गांव से लेकर मल्टीनेशनल कंपनियों तक का सफर पूरा कर रहे हैं. പൂർണ്ണമായും ആദിവാസി സ്ത്രീകളുടെ നേതൃത്വത്തിലാണ് ഈ സംരംഭം. എൻ്റെ പേര് ഓമന. പ്രധാനമന്ത്രി ഞങ്ങളുടെ കാർത്തുമ്പി കുടയെ കുറിച്ച് പറഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചേയില്ല. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് സഹായം ഉണ്ടാവണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അട്ടപ്പാടിയിൽ പോഷകാഹാരക്കുറവ് മൂലം നവജാത ശിശുക്കളുടെ മരണം തുടർച്ചയായി നടക്കുമ്പോഴാണ് ഊരുകൾ കേന്ദ്രീകരിച്ച് ഊരുതല മൂലധനമെന്ന ആശയത്തോടെ 2014 ആദിവാസി കൂട്ടായ്മയായ തമ്പ് കുടനിർമ്മാണം ആരംഭിച്ചത്. ഇപ്പോൾ 13 ഊരുകളിൽ കുടനിർമ്മാണം നടക്കുന്നുണ്ട്. മൻ കി ബാത്തിൽ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിൽ ഞങ്ങളുടെ കാർത്തുമ്പി കുടയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടായി. എല്ലാവരുടെ ഭാഗത്തുനിന്നും ഞങ്ങൾക്ക് എല്ലാ സഹകരണവും ഉണ്ടാവണം. ഞങ്ങളൊരു 10 വർഷത്തോളമായിട്ട് അട്ടപ്പാടിയിൽ കാർത്തുമ്പി കുട നിർമ്മാണ പദ്ധതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഞാൻ 2014 മുതൽ ഈ കാർത്തുമ്പി കുട നിർമ്മാണത്തിലുണ്ട്. ഞങ്ങളുടെ ജീവിത വരുമാനം എന്ന് പറയുമ്പോൾ കാർത്തുമ്പി കുട നിർമ്മിച്ച് വിറ്റാണ് ജീവിച്ചു വരുന്നത്. അപ്പം ആകെയുള്ളൊരു ആശ്രയം അതാണ്. അപ്പം ഇതിൽ പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടിയിൽ ഞങ്ങളുടെ കാർത്തുമ്പി കുട നിർമ്മാണത്തെ പറ്റി പറയുകയുണ്ടായി. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. കോവിഡിന് ശേഷമുള്ള വിപണി മാന്ദ്യം കുടനിർമ്മാണത്തിന് തിരിച്ചടിയായെങ്കിലും ഇപ്പോൾ അതിൽ നിന്ന് കാർത്തുമ്പി കുടകൾ കരകയറി തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ അഭിനന്ദനമെത്തിയതോടെ ആഗോള ബ്രാൻഡുകളോട് മത്സരിക്കാനാകുമെന്ന ആത്മവിശ്വാസം ഇവർക്കുണ്ട്. കേവലം കുട എന്നതിലപ്പുറം അട്ടപ്പാടിയുടെ സംരക്ഷണ കവചം തന്നെയാണ് ഇന്ന് കാർത്തുമ്പി. പ്രതിദിനം 450 രൂപയോളം വരുമാനം കുടനിർമ്മാണത്തിലൂടെ അട്ടപ്പാടി മേഖലയിലെ 750ഓളം കുടുംബങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇവരുടെ ജീവിത നിലവാരത്തിൽ കാര്യമായ മാറ്റമുണ്ടാക്കാൻ സഹായകരമായ കുടനിർമ്മാണ യൂണിറ്റ് ആധുനിക രീതിയിൽ വിപുലീകരിക്കാൻ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അട്ടപ്പാടിയിലെ അമ്മമാരും സഹോദരിമാരും. ഞങ്ങളുടെ നേതൃത്വത്തിൽ അട്ടപ്പാടിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മമാരുടെ വരുമാനദായക പരിപാടിയാണ് കാർത്തുമ്പി കുടനിർമ്മാണ യൂണിറ്റ്. അതിലൂടെ 10 വർഷമായിട്ട് നമ്മുടെ അമ്മമാർക്ക് വേതനം കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തു വരുന്നു. അതിനെക്കുറിച്ച് ഇന്ന് മൻ കി ബാത്ത് എന്ന് പറയുന്ന പരിപാടിയിൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അതിനെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. അത് ലോകം കണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ ഒരു ചെറിയ പദ്ധതി മാത്രമാണ്. അതിൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ അട്ടപ്പാടിയിലെ മറ്റ് മിക്ക ആളുകൾക്കും ഗുണകരമായിട്ടുള്ള രീതിയിലേക്ക് ഇത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഉപജീവന മാർഗം അതിലൂടെ നടന്നു പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് സർക്കാരിൻ്റെ എല്ലാവിധ സഹകരണവും
സാമ്പത്തികമായിട്ടും മറ്റെല്ലാ തരത്തിലുള്ള സഹായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് അട്ടപ്പാടിയുടെ ആദിവാസികളുടെ നല്ലൊരു വരുമാനദായക പരിപാടിയായിട്ട് മാറ്റാൻ സാധ്യതയുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ഡോക്ടേഴ്സ് ദിനം ആചരിച്ചു. കേരളശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ ഉദ്ഘാടനം ചെയ്തു. കേരളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, സംസ്കൃതം ക്ലബ്, അറബിക് ക്ലബ് എന്നിവയുടെ നേതൃത്വത്തിലാണ് ദേശീയ ഡോക്ടേഴ്സ് ദിനാചരണം നടന്നത്. ദിനാചരണ പരിപാടികളുടെ ഭാഗമായി കേരളശ്ശേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സന്ദർശിക്കുകയും ഡോക്ടേഴ്സിനെ ആദരിക്കുകയും ചെയ്തു. ഡോക്ടർ PN ലത, ഡോക്ടർ ആതിര, ഡോക്ടർ സൗമ്യ ഫിലിപ്പ്, ഡോക്ടർ KK സനൂപ് എന്നിവരെയാണ് ആദരിച്ചത്. പരിപാടിയിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ PV സാജൻ അധ്യക്ഷനായി. കേരളശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ഫെബിൻ റഹ്മാൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M രമാമുരളി, പഞ്ചായത്ത് അംഗം T ഷീല, ഗൈഡ്സ് ക്യാപ്റ്റൻ K തുളസീദേവി, സ്കൗട്ട്സ് മാസ്റ്റർ VM നൌഷാദ്, സംസ്കൃതം അധ്യാപകൻ AT ഹരിപ്രസാദ്, വിദ്യാർത്ഥികളായ PS അശ്വതി, ശ്രാവൺ ശബരീഷ്, KR അനുശ്രീ, PV സുജിഷ, KR അതുൽ, KP അമല തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ ജൂലൈ 6 ചുമതലയേൽക്കും. മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിൽ വൈകിട്ട് 6:30 സ്ഥാനാരോഹണ ചടങ്ങെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഷൊർണൂർ റോട്ടറി ക്ലബിന്റെ 12ാമത് പ്രസിഡന്റായി NP കൃഷ്ണകുമാർ ചുമതലയേൽക്കും. KC രാജേഷ് സെക്രട്ടറിയും രവികുമാർ ചോയ്ക്കൽ പുതിയ ട്രഷററുമാണ്. ജൂലൈ 6 വൈകുന്നേരം 6:30 ഷൊർണൂർ മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ സംസ്ഥാന ട്രാൻസ്പോർട്ട് കമ്മീഷണർ S ശ്രീജിത്ത് IPS മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. റോട്ടറി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ AV പതി ചടങ്ങിന് നേതൃത്വം നൽകും. അസിസ്റ്റന്റ് ഗവർണർ EV വിശ്വനാഥൻ, ഗവർണേഴ്സ് ഗ്രൂപ്പ് പ്രതിനിധി ഗണേഷ് സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഷൊർണൂർ ചെറുതുരുത്തി മേഖലയിൽ കഴിഞ്ഞ 11 വർഷം നിരവധി സേവന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ റോട്ടറിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വിപുലമായ മറ്റ് സേവന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അത്തരം പ്രവർത്തനങ്ങൾ തുടർന്നും നടത്താൻ തീരുമാനമായിട്ടുണ്ട്. അതുപോലെ മറ്റു സേവന പദ്ധതികൾ, കുട്ടികൾക്കുള്ള പഠന സഹായം, സ്ത്രീ ശാക്തീകരണം, നിർധനരായ രോഗികൾക്കുള്ള ധനസഹായങ്ങൾ, ആർട്ടിഫിഷ്യൽ ലിങ്ക് മെഡിക്കൽ ക്യാമ്പ്സ്, ആരോഗ്യ ക്ലാസുകൾ തുടങ്ങി നിരവധിയായ സേവന പദ്ധതികളാണ് റോട്ടറി ഷൊർണൂർ ഈ പ്രാവശ്യം ഈ സ്മൈൽ ടീമിൻ്റെ അടുത്തതായി വന്നിട്ടുള്ള ബ്ലോസം എന്ന ടീം ചാർജ് എടുക്കുന്നതോടുകൂടി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. റോട്ടറി ഷൊർണൂറിൻ്റെ എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും എല്ലാ പദ്ധതികൾക്കും നല്ലവരായ നാട്ടുകാരുടെ പിന്തുണ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. വാർത്താസമ്മേളനത്തിൽ നിയുക്ത പ്രസിഡന്റ് NP കൃഷ്ണകുമാർ, മുൻ പ്രസിഡന്റ് സന്ധ്യ മന്നത്ത്, സെക്രട്ടറി KC രാജേഷ്, ട്രഷറർ രവി ചോയ്ക്കൽ, EK ഹരീന്ദ്രനാഥ്, ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട്, രാമു ചാത്തനാത്ത്, ഷാനവാസ്, ജിഷ് പ്രകാശ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കടമ്പഴിപ്പുറത്ത് 2 യുവാക്കൾക്ക് വെട്ടേറ്റത് നരിയമ്പാടം സ്വദേശി പ്രസാദ്, കുളക്കാട്ടുകുറിശി സ്വദേശി ടോണി എന്നിവർക്ക്. ടോണിയുടെ പരുക്ക് ഗുരുതരം. ഒരു സംഘം ആളുകൾ ഇരുവരെയും ആക്രമിച്ചത് പുലർച്ചെ 3:30 സ്കൂട്ടറിൽ വരുന്നതിനിടെ വേങ്ങശ്ശേരി റോഡിലെ കടമ്പഴിപ്പുറം ബാർ ജംഗ്ഷനിൽ വെച്ച്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഉടമസ്ഥരില്ലാത്ത നിലയിൽ കണ്ടെത്തിയ ബാഗുകളിൽ 16 കിലോ കഞ്ചാവ്. എക്സൈസ് RPF സംയുക്ത പരിശോധനയിൽ കഞ്ചാവ് കണ്ടെത്തിയത് 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ പെയ്ഡ് AC വിശ്രമമുറിയുടെ ഇരിപ്പിടത്തിനരികിൽ. കൊടുവായൂർ പീച്ചിയോട് പാതയോരത്ത് കണ്ടെത്തിയ കഞ്ചാവ് ചെടി എക്സൈസ് അധികൃതർ നശിപ്പിച്ചു. വൈദ്യുതി മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റിന്റെ വൈദ്യുതി സുരക്ഷാ വാരാചരണം. സുരക്ഷാ വാരം ആചരിക്കുന്നത് മഴക്കാലത്ത് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അപകടരഹിത വൈദ്യുത മേഖല സൃഷ്ടിക്കുന്നതിന് ബോധവൽക്കരണം വിദ്യാലയങ്ങളിൽ നിന്ന്. വനമഹോത്സവത്തിന്റെ ഭാഗമായി പാലക്കാട്ട് സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ ചിത്ര പ്രദർശനം. PMG സ്കൂളിലെ പ്രദർശനശാലയിൽ ഒരുക്കിയത് 15 വൈൽഡ് ഫോട്ടോഗ്രാഫർമാരുടെ 200ഓളം ചിത്രങ്ങൾ. വനവും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധം പ്രദർശനത്തിന്റെ പ്രമേയം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.